നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു മെച്ചം ഉണ്ടാകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. കാരണം എൻ്റെ ജാതകം ആ ഗ്രൂപ്പിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ജാതകം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ രീതികൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ട് ഞാൻ അതുകൂടെ പറയാം. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനലൈസ് ചെയ്യാനും ലോസ് കുറച്ചുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ റൈഡിംഗ് ഒക്കെ നടത്തി പ്രോഫിറ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അതേപോലെ ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്വിംഗ് ട്രേഡിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ക്രിപ്റ്റോ, ഫോറക്സ്, കൊമോഡിറ്റി സെഗ്മെൻറ്റിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഒരു ചാർട്ടാണ്. ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2023 ജനുവരി മുതലുള്ള വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ വ്യൂസ് ആയിട്ടാണെങ്കിലും ലൈവായിട്ടാണെങ്കിലും നിരവധി വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മൊത്തത്തിലൊന്ന് കുറച്ചൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിഫ്റ്റിയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്ന, നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അപ്പോൾ രാവിലെ നമുക്ക് നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനൽ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ ഡിസ്കഷൻ ചാനൽ അല്ലെങ്കിൽ ലൈവിൻ്റെ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു നോർമൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈവ് ട്രേഡിംഗ് റൂം എന്ന് പറഞ്ഞിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിലായിരിക്കും എല്ലാ മാസത്തെയും ലൈവ് റൂമൊക്കെ അതിനകത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതേപോലെ തന്നെ ലൈവിലെന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല. ഒരു മെൻറ്റർഷിപ്പ്, ഒരു സപ്പോർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യൂ ആണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ചിന്തിച്ച് പ്രവർത്തിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ നിങ്ങളത് ശീലിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസ്കസ് ചെയ്ത് ലോസ് ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കും, മറ്റൊരാളുടെ പരസഹായം ഇല്ലാതെ. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ ഓവർ ട്രേഡ് ചെയ്യുന്നവർ, റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നവർ, ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ ഇങ്ങനെ സെറ്റായി പോരും. കാരണം ഒരു ലോസ് വന്നാൽ പിന്നെ ചെയ്യാതിരിക്കുക, നല്ല മൂവ്മെൻറ്റ് നോക്കിയിരിക്കുക. ഇതൊക്കെ ഒരു ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ബാക്ക് സപ്പോർട്ടോ ഒരു മെൻറ്റർഷിപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർ ലോസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു മെൻറ്ററിങ് റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നേരിട്ട് ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിവേ, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നലത്തെ ലൈവ് കാണാത്തവരൊന്ന് കാണണം കേട്ടോ. കാരണം ഒരു 270 പോയിൻ്റൊക്കെ നമുക്ക് പലരും ചെറിയ ലോസ് ഹോൾഡ് ചെയ്യുകയും വലിയ പ്രോഫിറ്റ് ക്വിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. അത് എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ചെറിയ ലോസ് വെച്ചുകൊണ്ട് വലിയ പ്രോഫിറ്റിലേക്ക് റൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നലത്തെ ലൈവിൽ മെയിനായിട്ട് പ്രതിപാദിച്ചത്. ആ വീഡിയോ അങ്ങനത്തെ ഒരു ലൈവാണ്. അത് നിങ്ങൾ കാണും. ഇതൊക്കെ പോസിബിളാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് പ്രശ്നം. രണ്ടാമത്തെ കേസ്, ഞാനവിടെ ഹോൾഡ് ചെയ്യൂ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇന്ന സ്ഥലത്തൊക്കെ നമുക്ക് ട്രെയിൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ കൊടുക്കുമ്പോൾ അവർക്കത് ഹോൾഡ് ചെയ്യാനും മാക്സിമം പീക്ക് ലെവൽ വിൽക്കാനുമായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടും. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ലൈവ് റൂമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക്. എനിവേ, നമുക്ക് ലൈവ് സെക്ഷനിലേക്ക് പോവാം. ഇന്ന് മാർക്കറ്റിൽ 72 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു വൈമുഖ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 72 പോയിന്റ് ഇന്നലെ വൈകിട്ട് മൂവ് ചെയ്യണ്ടല്ലോ, ഇന്ന് രാവിലെ ഗ്യാപ്പ് അപ്പ് ആക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം മേ ബി. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,314 മാർക്കറ്റ് നിൽക്കുന്നത്. 24,314 പ്ലസ് 72 24,386. 24,385 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബോക്സ് തൽക്കാലം വരച്ചിടാം. അതേപോലെ ഫ്യൂച്ചറിലും. അപ്പോൾ ഫ്യൂച്ചർ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ എത്ര വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. 24,342 24,342 പ്ലസ് 72 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 24,414 പക്ഷേ ഇവിടെ 24,435. അപ്പോൾ ഏകദേശം ഒരു 10-15 പോയിൻ്റ് വ്യത്യാസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെയും ഒരു ബോക്സ് വരച്ചിടാം. അപ്പോൾ മാർക്കറ്റ് 24,420 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച 4-ാം തീയതിയിലെ മൂവ്മെൻറ്റ് നല്ല രീതിയിലൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് ഒന്ന് ഫാളായത്. അപ്പോൾ ആ ലെവലിലേക്ക് തന്നെയാണ് ഇന്നും മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. 24,405 ആ ഒരു ലെവലിലേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ബോക്സിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ചെറിയൊരു അപ്പ് താൽക്കാലികമായിട്ട് കിട്ടും. പക്ഷെ നേരെ മറിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ടാണ് ഫാൾ ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ആയിട്ടുള്ള ആ ക്യാൻഡലിൻ്റെ ഹൈ അല്ലെങ്കിൽ 24,360, അതായത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പായിരിക്കും മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്യണേ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ. അതായത് ക്യാൻഡിൽ മുകളിൽ ഓപ്പൺ ചെയ്തു, ഈ ബ്രേക്ക് ചെയ്ത് ഈ ബോക്സിന് താഴത്തോട്ട് വരാതിരുന്നാൽ സസ്റ്റെയിൻ ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും. ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് 24,360 വരും. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ബേസിസിലാണ് നിൽക്കുന്നത്. അത് റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് കൺഫേം ആവത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് ഇപ്പോഴും ഹയർ സൈഡിൽ തന്നെയാണ്. 30 മിനിറ്റിലും മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് കൺവേർട്ടായിട്ടുണ്ട്. 1 മണിക്കൂറിലും മാർക്കറ്റ് ഒരു ഹാഫ് പോർഷനിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കൂട്ടണ്ട, നമ്മൾ മെജോറിറ്റി ഉള്ളത് നോക്കണം. 4 മണിക്കൂറിൽ ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. ഡെയിലിയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത്. എന്ന് വെച്ചിട്ട് മാർക്കറ്റിൽ ഗ്രീൻ വരാതിരിക്കാൻ പാടില്ല എന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഗ്രീനൊക്കെ ഉണ്ടാവും. ഈ ബോക്സിന് പുറത്തേക്ക് പോയാൽ, മുകളിലേക്കാണ് ബോക്സിന് പുറത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫേക്കപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് 24,520 വരെ പോയിട്ട് പിന്നെയും താഴത്തോട്ട് വരാം. അപ്പോൾ ഈ ബോക്സ് ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ആണ് ഈ ബോക്സ്. ദെൻ ഈ ഗ്യാപ്പ് നമുക്കൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഏരിയ ആണ്. പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം. 72 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ 24,250. നമുക്ക് OI കൂടെ നോക്കാം. OI കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരു സ്ട്രൈക്ക് നല്ല സെലക്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ സെല്ലേഴ്സ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേളിലോട്ട് പോകാനായിട്ട് ഒരു ഇത്തിരി പാടായിരിക്കും. ബ്രേക്ക് ചെയ്താൽ ഹൈ മൂവ്മെൻറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബോക്സിനകത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 24,500 24,500 മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. കുഴപ്പമില്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 67. 24,300 സി തന്നെ സെലക്ട് ചെയ്യാം.
അതേപോലെ പിയില് 24,400, 72 എന്ന് പറയുമ്പോൾ 85, 24,500, 24,400 തൽക്കാലം നമുക്ക് സെലക്ട് ചെയ്ത് അപ്പോൾ അതും തന്നെ സെലക്ട് ചെയ്യാം. 24,400 സി, 24,200 സി, 24,200 സി ഏതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത്? ഇരുപത്തിനാല് 200 തന്നെ മതി സി കേട്ടോ. അതാണ് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ സിയിൽ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ 172, 195 ആ ഭാഗത്തേക്കൊക്കെയാണ് മൂവ് ചെയ്യാനുള്ള ചാൻസ്. ഇപ്പോൾ പി സൈഡിലാണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. അത് ക്രോസ് ഓവർ ആവാതെ സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 157 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 172ലേക്ക്, 195, 232, 270 ടാർഗറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. പിയിൽ 140 മുകളിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഉണ്ടാവുള്ളൂ. 110 താഴത്തേക്ക് പി പോയി കഴിഞ്ഞാൽ 85ലേക്ക് മാർക്കറ്റ് ഡൗണിലേക്ക് മൂവ് ആവും. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് 172ലേക്കാണ് മാർക്കറ്റ് വന്നത്. $172 കൺസോൾട്ടേഷൻ സോണാണ്. അതേപോലെ പിയിൽ 87 കൺസോൾട്ടേഷൻ സോണാണ്. പിയിൽ നമുക്ക് 24,500 സിയിലേക്ക് നമുക്ക് പിയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. 24,500 പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സി 24,200 തന്നെയാണ് ബെറ്റർ. ഇപ്പോൾ 170-72 മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണാണ്. സിയിലേക്ക് ഒന്ന് ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 195ലേക്ക് പോകും. ഹൈ ഇപ്പം നിൽക്കുന്നത് 189 അത് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് 195 നല്ല ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അപ്പോൾ ഒരു 194 സാധാരണ അങ്ങനെ കാണാറുണ്ട്. 194.5 അങ്ങനെയുള്ള ലെവലൊക്കെ ആയിരിക്കും മേക്ക് ചെയ്ത് വെക്കുന്നത്. കാരണം 195 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 232ലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിൽക്കുന്ന ലെവല് പക്ക കൺസോൾട്ടേഷൻ സോണാണ്. നമുക്ക് ചെറിയ 1 പോയിൻറ്റോ 2 പോയിൻറ്റോ ഒന്നും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാർക്കറ്റിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. ഒരു ഗ്രീൻ, ഒരു റെഡ്, ഒരു ഗ്രീൻ, ഒരു റെഡ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. 150 താഴത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 112ലേക്ക് എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ 232 നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടുത്തെ ഒരു ടിപ്പുണ്ട്, ആ ടിപ്പാണ് 236. അതവിടെ മാർക്ക് ചെയ്ത് കിടക്കട്ടെ. RSI സിയിലേക്കാണ് താൽക്കാലികമായിട്ട് കയറി നിൽക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ റെഡും ഗ്രീനും എന്തായാലും മാറി മാറി വരും. പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ നമ്മൾ വരച്ച ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ SMA അല്ലെങ്കിൽ 24,272ലേക്കോ മാർക്കറ്റ് ഫാളാവും. 190 നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടത്തുള്ളൂ. ഇവിടെ
RSI താഴത്തോട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഓപ്പൺ പ്രൈസ് ഒരു 160 ബ്രേക്ക് ചെയ്താൽ 75 ഇട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. 75. പിന്നെ ഇവിടെ കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ 75 കൂടെ ബ്രേക്ക് ചെയ്താൽ 93-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. അതുവരെ ഇങ്ങനെ ഈ റെഡൊന്നും അത്ര വലിയൊരു റെഡൊന്നും അല്ല. ഏത് നിമിഷവും മാർക്കറ്റൊക്കെ തിരിച്ചടിക്കാം. അതിന് മുമ്പ് ഒരു സപ്പോർട്ട് എടുക്കാൻ ഈ 157 ബ്രേക്ക് ചെയ്താൽ 140-ലേക്ക് വല്ലതും വന്നാലേ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ. ഇവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീനും ഇതൊക്കെ ആയിരിക്കും. ഇവിടെ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. നമ്മുടെ ബോക്സിൽ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. ഇവിടെ ഫ്യൂച്ചറിൽ ആ ബോക്സിലേക്ക് കയറിയിട്ടില്ല, പക്ഷേ ഇൻഡെക്സിൽ ആ ബോക്സിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. 5 മിനിറ്റിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഫ്യൂച്ചറിൽ വന്നാൽ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകത്തുള്ളൂ. RSI സിയിലേക്കാണ് ഡൈവർജൻസ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തേക്ക് വന്നാലുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. പോരാത്തതിന് 2 മിനിറ്റിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അത് അത്ര വലിയ റെഡൊന്നും ആവാനായിട്ട് ചാൻസ് ഇല്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും ഞാൻ സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 150-ലേക്കൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 170 ബ്രേക്ക് ചെയ്താൽ 190-ലേക്ക് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് പി ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 170 190 ഭാഗത്തേക്കൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടും. അത് കഴിഞ്ഞിട്ടേ സിയിലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഒരു ബ്ലൂ ലൈൻ അവിടെ ഉണ്ട്, അതൊന്ന് മാറ്റിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ താഴത്തോട്ട് വരില്ല. ഞാൻ വരച്ചിട്ടാൽ പിന്നെ അത് വരത്തില്ല. അപ്പോൾ നമ്മൾ സിയിലൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ ഞാൻ ആ വര മാറ്റാൻ നോക്കിയിരുന്നു, ഒന്ന് താഴത്തേക്ക് ഒന്ന് വിക്കടിക്കാനായിട്ട്. സ്കാൽപ്പിങ് എന്തായാലും നടക്കത്തുള്ളൂ മോർണിംഗ് സെക്ഷനിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീനും റെഡും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ആ സിയിൽ ആ ഗ്രീനിലേക്ക് കയറുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാറുള്ളതാണ്. അത് ആ 150 146-ലേക്കായിരിക്കും ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള നമ്മൾ വരച്ച ബ്ലൂ ലൈനിലേക്കാണ് ആ ടിപ്പ് ആദ്യമായിട്ട് ഇടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ആ ഒരു വര വരച്ച് വെച്ചത്. ഓൾമോസ്റ്റ് ഇവിടെ 170 162 ഒരു 170 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 188-ലേക്ക് പോരും. കാരണം ഇവിടെ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ട്, ഈ ഒരു ബോക്സിൽ തട്ടിയിട്ടാണ് ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നൊരു ഒറ്റ ബ്രേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 146-ലേക്ക് ഫാളാവും. ആ ഫാള് ഇപ്പുറത്ത് നമുക്ക് പിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലേ കാര്യങ്ങൾ അവിടെ നടക്കത്തുള്ളൂ. വൺ 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മൂവ്മെൻ്റ് ഉള്ളൂ. അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ സി നമ്മൾ പറഞ്ഞത് 147-ലേക്കോ 147.25-ലേക്കോ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കണ ഒരു ഫുൾഫിൽ ആയിട്ടില്ല. അതൊരു തൃപ്തിയായിട്ടുള്ള സപ്പോർട്ടാണെന്ന് വെച്ചാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ എടുത്താലും നമ്മൾ 1 പോയിൻറ്റോ 2 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. കാരണം ഇപ്പുറത്ത് സിയിൽ മഞ്ഞലായി മുട്ടിയിട്ടില്ല. 171 ഇപ്പോഴാണ് മുട്ടിയത്. ആ 171 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ 188-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ്. അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്തങ്ങ് വെച്ചിട്ട് തൽക്കാലം കുറച്ച് നേരം കയ്യും കെട്ടിയിരിക്കലേ നടക്കത്തുള്ളൂ. കാരണം ഇനി ഇവിടെ നിന്ന് റിവേഴ്സ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആയാൽ മുകളിലോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തേക്ക് വരും.
അത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ 187ലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. 175 ആയിട്ടുണ്ട്, 177, 176. ഈ ക്യാൻഡിൽ 175 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അടുത്ത സ്ട്രഗ്ലിംഗ് മെത്തേഡിലേക്ക് മാർക്കറ്റ് വരും. അപ്പോൾ മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പ്രീവിയസ് ക്യാൻഡിൽ ഓപ്പൺ വിക്ക് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ 140ലേക്ക് ഒരു സപ്പോർട്ട് കൂടെ എക്സ്പാൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു ലോവും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 140ലേക്കൊരു ഡൗൺ വിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പക്കാ സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 175 വരെ സ്ട്രഗിൾ ചെയ്തെടുത്താലും വലിയ വിഷയങ്ങളില്ല. അപ്പോൾ അത് ഇത്തിരി റിസ്ക് ഉള്ള ട്രേഡാണ്. എങ്കിലും സ്റ്റോപ്പ് ലോസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇത് താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. ആ സപ്പോർട്ടിൽ നമുക്കത് പോയിൻ്റാക്കി മാറ്റാമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി? 100. ഇപ്പോഴും ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇതൊരു കൺസോളേഷൻ സോണാണ്. ഇനി അഗെയിൻ ഇതിൻ്റെ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 187ലേക്ക് പോരുള്ളൂ. ആ മഞ്ഞ ലൈൻ ഇനിയൊന്നും മുട്ടാതെ ഒന്നൊരു ഇപ്പോൾ ഇവിടെ ഓൾറെഡി യെല്ലോ ലൈൻ മുട്ടി. അതായത് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ബോട്ട് ജെട്ടി, അതായത് ഒരു ബോട്ട് ജെട്ടിയിൽ യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കയറാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ബോട്ട് ഓൾറെഡി ഇവിടുത്തെ ബോട്ട് അടുത്തിട്ടില്ല. അപ്പോൾ അത് അടുക്കുന്നത് വരെയും ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ ആ ടൈം ഫ്രെയിം കഴിയുമ്പോൾ ഈ ബോട്ട് ഒന്ന് താഴത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഈ മഞ്ഞ ഒന്നും കൂടെ താഴത്തേക്ക് എടുക്കും. അപ്പോൾ 175. അപ്പോൾ ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ആക്കുമ്പോൾ ഇവിടെ ഇതിങ്ങനെ അടുത്തുകൊണ്ട് വരും. ഇതിന് ശേഷമായിരിക്കും പിന്നെ രണ്ടും കൂടെ സംഗമിച്ചതിന് ശേഷം അടുത്തൊരു മൂവ്മെൻറ്റ് പോസിബിളായിട്ടുള്ള കാര്യം വരത്തുള്ളൂ. അപ്പോൾ ഇത് മുട്ടിക്കഴിയാതെ നമുക്ക് അടുത്ത ഡയറക്ഷൻ എന്തായാലും പറയാൻ പറ്റില്ല. ഇത്ര അടുത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് അത് മുട്ടാതെ നമുക്കൊരു അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നത് മണ്ടത്തരാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുട്ടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ മഞ്ഞ ലൈൻ മുട്ടും, അതേപോലെ ഇവിടെ ഗ്യാപ്പ് ഫില്ലാകും. കാരണം ഇവിടെ 140 ഓൾറെഡി എക്സ്പാൻഷൻ ചെയ്ത് നിൽക്കുന്ന കാരണം. അപ്പോൾ 180ലേക്ക് മാർക്കറ്റ് മുട്ടി. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഇത് മഞ്ഞ ലൈനിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് പിന്നെയും ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫില്ല് ചെയ്യാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല. നമ്മുടെ തൽക്കാലം ഉള്ള ചെറിയ ചെറിയ മൂവ്മെൻ്റൊക്കെ ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കേസിൽ. അത് ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ 133 ആണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വിചാരിക്കും ഇതെന്തുകൊണ്ട് ഇവിടെ നിന്ന് റിവേഴ്സായെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഈ ക്യാൻഡിലിൻ്റെ ലോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ നേരെ ഒരു 5 മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാൻ പറ്റും? 5 മിനിറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 5 മിനിറ്റിൽ ലോ ആയിട്ടില്ല, പക്ഷേ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈയിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് റിവേഴ്സ് ആയതിൻ്റെ റീസൺ. ഇപ്പോൾ 2 മിനിറ്റിൽ മുട്ടിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ല. 50 മിനിറ്റ്സിൽ ഓൾറെഡി ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ്, നേരത്തെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഗ്യാപ്പ്. ഇപ്പോൾ ആ ഗ്യാപ്പിലാണ് ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ആവാൻ പോകുന്നത്. ഈ ക്യാൻഡിലിൻ്റെയും വിക്കിലാണ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ പോകുന്നത്. പിന്നെ SM ഇവിടെ താഴത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഗ്യാപ്പ് ഇപ്പോൾ ഓൾറെഡി 50 മിനിറ്റ്സിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോഡി വിക്കിലാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. വരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ വെറുതെ ചുമ്മാ പാനിക്കായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മഞ്ഞ ലൈനൊന്നും മുട്ടിയിട്ട് അടുത്ത ഡയറക്ഷനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റിവേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ 5 മിനിറ്റിൽ അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് റിവേഴ്സ് വന്നത്.
2 മിനിറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സായിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും മഞ്ഞ ലൈൻ മുട്ടട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വെയിറ്റ് ചെയ്തിട്ടൊരു എൻട്രി കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയണത് 157 ബ്രേക്ക് ചെയ്തപ്പോഴാണ്. 180 വേണ്ട, 160 കൂട്ട്. 160 എന്നുള്ള എൻട്രി ആണെങ്കിലും ഒരു 170 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 157. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അതായത് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇങ്ങനെ ഗ്രീനും റെഡും വരുന്നതനുസരിച്ചിട്ട് ഈ യെല്ലോ ലൈൻ ഇങ്ങനെ പതുക്കെ താഴത്തേക്ക് വന്നിട്ടൊക്കെ ആയിരിക്കും മുട്ടണം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ 182.40 ചിലപ്പോൾ ഈ മഞ്ഞ ലൈൻ മുട്ടുമ്പോൾ നമുക്ക് 180 മുട്ടണേ. അപ്പോൾ ഈ ഒരു 2 പോയിൻ്റ് അവിടെ നമുക്ക് അധിക ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊരു പിൻബാറാണ്, ശരിക്കും ഇതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റാണ് നമ്മളിവിടെ പ്രോഫിറ്റ് എടുത്തത്. ഇതിനി ഒരു 152 156 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വറീഡ് ആവണ്ട, ഫ്രീ ആയിട്ട് മാറിയിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഇപ്പോൾ 160 നിന്നാണെങ്കിലും 180 വരെ ഈസി ആയിട്ട് 20 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ 180 ബ്രേക്ക് ചെയ്താൽ ഒരു 4 പോയിൻറ്റും കൂടെ കിട്ടും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഹാഫിലേക്ക് എത്തിയിട്ടുള്ളൂ, RSI ഹാഫിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ ഹാഫിൽ നിന്ന് മാർക്കറ്റ് ഏത് നിമിഷവും തിരിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് ഏതായാലും കഴിഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 20 പോയിൻ്റ് ഓൾറെഡി ലോക്ക്ഡാണ്. ഇന്ന് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ അത്രയും വലിയൊരു റൈഡ് നടത്തിയിട്ടിരിക്കുമ്പോൾ ഇന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പലരും ട്രേഡിലേക്ക് ഇറങ്ങിയിട്ട് അത് ലോസാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ലോസ് വരാതെ രാവിലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് കറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്തത്. കാരണം ഒരാൾക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ ആ വിജയിച്ച കാര്യങ്ങൾ അതേപോലെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. എന്തായി ബോക്സിലെ അവസ്ഥ? ഇപ്പോഴും ഏകദേശം ബോക്സിൻ്റെ അവിടെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മാർക്കറ്റ് ഈ ബോക്സിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വരും. അത് നമുക്ക് പ്രോഫിറ്റാക്കി എടുക്കാം. പിന്നെ ആ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് ഈ ഒരു വൈറ്റ് ലൈനിലേക്കോ SMA മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും എന്തായി 180. ഓക്കെ, എവിടം വരെ പോയി? ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലേ? അത്ര ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ എന്നാലും ഒറ്റയടിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ അനങ്ങി ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. $199 ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തു. $205 റെസിസ്റ്റൻ്റ് ഏരിയ. മാർക്കറ്റ് ഈ റെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് SMA 24,275 ആയിരിക്കും മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഒരു 180 186 ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നൊരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 255 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ അതാണ് മഞ്ഞ ലൈൻ മുട്ടുന്നത് വരെ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. 200 ന്യായമായിട്ടുള്ള ഒരു റേഞ്ചാണ്. അതിൻ്റെ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയാൽ 255 മാർക്കറ്റ് മൂവ് ചെയ്യും. 15 മിനിറ്റ്സിൽ RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 210 നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ചെയ്തു.
ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഇവിടെ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 ഹിറ്റ് ചെയ്യാനുണ്ട്, 241 ഹിറ്റ് ചെയ്യാനുണ്ട്, 247 ഹിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നോർമലായിട്ട് ഇപ്പോൾ ചെറിയൊരു പോയിന്റിൽ കയറ്റി വെച്ചിട്ട് മാക്സിമം 210 കൊടുക്കണേ കൊടുക്കാം, അല്ലെങ്കിൽ 195 200 കൊടുത്തിട്ട് ബാക്കി ഇന്നലെ ചെയ്ത അതേ മെത്തേഡിൽ നേരെ താത്തി 1-2 പോയിന്റ് ബോണസ് പോയിന്റും കൂടി ഇട്ടിട്ട് അതിനങ്ങ് ഹോൾഡ് ചെയ്ത് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം. ഇവിടെ ഓൾറെഡി SMA ഹിറ്റ് ചെയ്തു. എവിടെയാ 15 മിനിറ്റ്സിൽ SMA ഹിറ്റ് ചെയ്തു. ബട്ട് 112 കൂടെ ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റിൽ. ഫ്യൂച്ചറിലും SMA ഏകദേശം അടുത്തായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഗ്യാപ്പ് 15 മിനിറ്റ്സിൽ ഓൾറെഡി 5 മിനിറ്റിൽ ഓൾറെഡി കുറച്ചും കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ SMA മാർക്കറ്റ് ടച്ച് ചെയ്യാം. 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഫ്യൂച്ചറിൽ 24,310 വരാനായിട്ട് കിടപ്പുണ്ട്. ഇതൊരു പക്ക സപ്പോർട്ടിംഗ് സോണാണ്. നമ്മൾ പറഞ്ഞത് ഈ ബോക്സിന് ഇൻ ബിറ്റ്വീൻ സ്പേസ്, അതായത് മുകളിലോട്ട് മുട്ടാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് 24,360 വരെ വരും. അപ്പോൾ അടുത്ത 15 മിനിറ്റ്സിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് തന്നെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ 24,310 ഇട്ടായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഓഫായിരുന്നു. നമ്മൾ പറഞ്ഞത് ഈ ബോക്സിനകത്തായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,310 ഇട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് എന്നാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തത്. 5 മിനിറ്റിൽ ഒരു SMA മുട്ടാനുണ്ട്. അത് മുട്ടാൻ വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മുട്ടിയിട്ടില്ല, എന്തായാലും മുട്ടട്ടെ. നമ്മളെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്യണം റീച്ച് ചെയ്തു. നമ്മളിവിടെ എത്തി. ഈ റെഡ് വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ നിൽക്കും, മഞ്ഞ ലൈൻ മുട്ടാതെ നമുക്ക് അടുത്തൊരു മൂവ്മെൻ്റ് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 160 ഈവൻ 180 85 ആ ഭാഗത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പരിപാടി തീർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി 160 മുതൽ 205 വേണ്ട, 200 വരെ കൂട്ടിയാലും 40 പോയിന്റ് ഈസി ആയിട്ട് രാവിലത്തെ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് മാർക്കറ്റ് 210 വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് 210 ഇതിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. 210.45 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. ഇനി 210 അല്ലെങ്കിൽ 204.10 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകണം. നമ്മൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ ഞാൻ ഇന്നലെ ചെയ്ത അതേ മെത്തേഡ് 210 നമ്മൾ ആദ്യം, അല്ലെങ്കിൽ 200 നമ്മൾ ആദ്യം സേഫ് ആവുക. സേഫായിട്ട് നമ്മളുടെ ഇപ്പോൾ ഒരു 10 ലോട്ടാണെങ്കിൽ ആ 10 ലോട്ടിൽ മാക്സിമം മാർക്കറ്റ് ആ 210 പോയി ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സിയിൽ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. മാർക്കറ്റ് നേരെ SMA പോയി ഇടിച്ചു. ഇവിടുത്തെ ലോക്കലിൽ നിന്ന് മാർക്കറ്റ് ലോയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 210 കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത്. അപ്പോൾ ഇനിയും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യും, അതിൽ സംശയമുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് കയറുക, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങുക. ഇത് വീണ്ടും SMA വന്ന് റീടെസ്റ്റ് അടിച്ചേക്കുവാണ്. 147 ബ്രേക്ക് ചെയ്താൽ 153 ഒരു 5 പോയിന്റ് മാത്രമാണ് തൽക്കാലം കൺഫേം ആയിട്ടുള്ളൂ. അതും ബ്രേക്ക് ചെയ്താൽ 175 മാർക്കറ്റ് മൂവ് ചെയ്യണം. നമ്മളതൊന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. 175 മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 160 നമ്മൾ വരച്ചിട്ട ലൈനിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് സപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ 160 ഇപ്പോൾ ഓൾറെഡി ഇവിടെ 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡ് തന്നെ ആട്ടോ. ഇത് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറിക്കഴിഞ്ഞാലാണ് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇത് 160 താഴെ പോയാൽ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോൾ 160 200 205 വരെ 210 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ 200 മാക്സിമം പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് 161 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്താലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം.
അങ്ങനെ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഉള്ളത് മുഴുവൻ ഇവിടെ കൊണ്ട് വിൽക്കുക, അപ്പോൾ ബാക്കി പോകുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ മാക്സിമം 75%. ഇപ്പോൾ 10 ലോട്ടാണ് എടുക്കണമെങ്കിൽ ഈ ഭാഗത്തൊരു 7 ലോട്ട് വിൽക്കാം, ബാക്കി ഒരു 3 ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചാൽ ബ്രോക്കറേജ് കാശെങ്കിലും കിട്ടും. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചാകര. ഇന്നലെ കിട്ടിയ പോലെ തന്നെ 10-200 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻ്റൊക്കെ റൈഡ് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞാൽ ചാകര. ഇല്ലാന്നുണ്ടെങ്കിൽ 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 40 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹാപ്പി ആവാനുള്ള മനസ്സുകൂടെ നമ്മൾ കാണിക്കണം. പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇനി നമുക്ക് ഇത് ക്രോസ് ഓവർ ആവണം. ഇതൊരു ക്രോസ് ഓവർ ആയി ഒരു കർവ് വന്നാൽ മാത്രമാണ് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി താഴത്തോട്ട് വന്നിട്ട് 160-ലോ 137-ലോ 190-ലോ ഒക്കെ നമ്മൾ ഇനി സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇനി സിയിലേക്ക് ഓൾറെഡി ഇവിടെ ഒരു ഡൈവർജൻസ് സപ്പോർട്ട് ഓൾറെഡി സിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 156 ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ട് കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അഗെയിൻ 165-ലേക്ക് 165 ബ്രേക്ക് ചെയ്താൽ 195-ലേക്ക് അല്ലെങ്കിൽ 236-ലേക്ക് മാർക്കറ്റ് മൂവ് ആവും. കാരണം 30 മിനിറ്റിൽ RSI എന്തായി, 30 മിനിറ്റിൽ RSI ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഡൗൺ വരുന്നത്. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ്. 30 മിനിറ്റിൽ സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ രാവിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. 150 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ഈ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 165-ലേക്ക് 65 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 172 195 236 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ എഗെയിൻസ്റ്റാണ് ട്രേഡ് എടുത്തത്, അതായത് ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തിയത്. അതാണ് വളരെ ലാഗ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയതിൻ്റെ റീസൺ. അതേപോലെ നമുക്ക് ഇനി പിയിൽ ഇപ്പം എത്ര മണിക്കൂറായി, 37 മിനിറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു 40 പോയിൻറ്റ്സ് റൈഡ് ചെയ്തതിൻ്റെത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നല്ല രീതിയിലൊക്കെ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 37 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. കോളും ടിപ്പും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ട് ട്രേഡ് എടുക്കാനാണെങ്കിൽ ലൈവിലേക്ക് ആരും വരാതിരിക്കുക. സ്വന്തം കാലിൽ നിൽക്കണം, ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് എടുക്കണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് കൂടെ നിന്ന് പഠിക്കാനും അതേപോലെ പ്രോഫിറ്റിലേക്ക് പോകാനും, അതായത് ലൈവ് എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പാണ്, ഒരു ബാക്ക് സപ്പോർട്ടാണ്. ഒറ്റക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ആയിട്ടുള്ള ബാക്ക് സപ്പോർട്ടാണ് ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈവിലേക്ക് നമ്മൾ വ്യൂ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ വർക്ക് ഞാനിവിടെ ചെയ്യുന്നു, നിങ്ങളുടെ വർക്ക് നിങ്ങളവിടെ ചെയ്യുന്നു. അതായത് 50-50, താമ്പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഡിസിഷനോട് കൂടി എടുക്കുമ്പോൾ ആ പൈസ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ മാത്രം പണിയെടുത്ത് വ്യൂ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ എടുക്കാനും വിൽക്കാനും നിൽക്കുകയാണെങ്കിൽ അത് വെറുതെ കിട്ടുന്ന പൈസയാണ്, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.